ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ വാഗമണ്ണിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോ പോയിട്ട് എല്ലാവരും ഒന്ന് കാണണേ. എൻ്റെ ചാനൽ സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ പോയിട്ട് കാണണം. അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോണേന്ന്. വാഗമൺ നമ്മൾ മൊട്ടക്കുന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ വന്ന് പൈൻ വാലിയിൽ കയറണേണ്. അതായത് പൈൻ ഫോറസ്റ്റില്ലേ അവിടെ പോണേണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ട പോലെ തന്നെ സൈഡിലായിട്ട് കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും ബാഗുകൾ കണ്ടപ്പോൾ തന്നെ മോള് ആളാകെ വീണു പോയി. ഉമ്മച്ചി ഇവിടെ ഉണ്ട്, ബാഗൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളിത് പോപ്പിറ്റ് ബാഗൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കി 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 പോണേണ്. BTSൻ്റെ ബാഗ് ഉണ്ട്. പിന്നെന്താ കണ്ട, അവൾക്ക് ഇങ്ങനത്തെ ബാഗ് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഞാൻ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചേക്കണായിരുന്നു. അതുണ്ട് നല്ല വെറൈറ്റി. അപ്പോൾ നല്ല വെറൈറ്റി നല്ല ടൈപ്പ് ബാഗുകളൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പെൻസിലൊക്കെ ഇട്ട് വെക്കണ ബോക്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതേ പൈൻ വാലിയിലേക്ക് ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ കടന്നേക്കണാണ്. അപ്പോൾ ഇത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഭയങ്കര സ്ലോപ്പ്. അതായത് നമ്മളിങ്ങനെ കൈ വിട്ട് പോയി നമ്മൾ നേരെ ഉരുണ്ട് നിലത്തേക്ക് പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ പിടിച്ച് ഓരോരുത്തരെ കൈ പിടിച്ചിട്ടാണ് ഇറങ്ങണത്. പെട്ടെന്ന് സ്ലിപ്പായാൽ പിന്നെ പോയി നമ്മൾ നേരെ നിലത്തേക്കായിരിക്കും വീഴണത്. അപ്പോൾ പതിയെയാണ് നടക്കണത്. ഇങ്ങനെ കാലുമ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാണ്, ചെരുപ്പൊക്കെ ഇറുക്കി പിടിച്ചിട്ടാണ് ഇങ്ങനെ നടക്കണത്. അങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒത്തിരി നല്ല രസമുണ്ട് ആ മരങ്ങളിങ്ങനെ നിൽക്കണത്. കണ്ടില്ല, ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് പോയേക്കണത്. അപ്പോൾ അതെവിടെ പിടിച്ചിട്ടാണ് മോളൊക്കെ നടക്കണത്. കണ്ടില്ലേ, എല്ലാവരും കോർത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്ത് രസമാണ്. അങ്ങടെ അറ്റത്തൊക്കെ കയറാട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ അറ്റത്തൊന്നും കയറിയില്ല, തുമ്പത്ത് മാത്രമേ ഇരുന്നുള്ളൂ. ഈ മരങ്ങളുണ്ടല്ലോ അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് രസമാണ്. ഇങ്ങനെ കൂടുതലും മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഭയങ്കര രസം. മോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ സൂര്യൻ ഉദിച്ചിങ്ങനെ നിൽക്കണാകുമ്പോൾ ഒരു നല്ലൊരു രസം. പിന്നെ ഞാൻ അവിടെ കയറിയിട്ട് ഇങ്ങനെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിൽ ഇങ്ങനെ ഇടാനൊക്കെ വിചാരിച്ചിട്ട് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് വീണ പോലെ നമ്മൾ മുകളിലോട്ട് കയറുന്തോറും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് ഞായറാഴ്ച, അതായത് വീക്കെൻഡ് ആയതുകൊണ്ടേ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു. പിഷല് നടന്ന് അവിടെ ക്ഷീണിച്ചവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവളാണ് ആ മോക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ. പിന്നെ ബാഗ് മേടിച്ചെടുക്കാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്ത് രസമാണ്. ഇതാണ് കൂടുതൽ ഇഷ്ടമായത്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മരം നിൽക്കണമൊക്കെ എന്തറ്റത്തേക്കാണ് ആ മരം പോയേക്കണത്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണേണ്ടത്, ഇതിനു മുമ്പൊന്നും വന്നിട്ടില്ല. കുറേ പേരൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറേ കോളേജ് പിള്ളേർ റീൽസ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതിശല് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒത്തിരി ട്രൈ ചെയ്ത് ലാസ്റ്റ് അവർക്ക് അത് ശരിയായി. അപ്പോൾ അവർ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ റീൽസൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളും ഇന്ന് താഴോട്ട് ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ ഇങ്ങനെ താഴോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കണേണ്. അപ്പോൾ എല്ലായിടത്തും ആൾക്കാരുണ്ട് അവിടെ. പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ ആൾക്കാർ വരും. പിന്നെ സിനിമ ഷൂട്ടിങ്ങും പിന്നെ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒത്തിരി വരും, ഷോർട്ട് ഫിലിംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ആൾക്കാർ പിന്നെയും അങ്ങോട്ട് അറ്റത്തേക്ക് പോകണിട്ട്. ഞങ്ങളങ്ങനെ അറ്റത്തേക്കൊന്നും പോയില്ല, കുറച്ച് മാത്രം ഇങ്ങനെ അവിടെ നിന്ന് കണ്ട് പിന്നെ തിരിച്ച് കയറണമായിരുന്നു. തിരിച്ച് കയറുമ്പോഴും കയറാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇറങ്ങിയത് ഇങ്ങനെ താഴേലാണല്ലോ. അപ്പോൾ അതിങ്ങനെ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറണമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പടങ്ങളുണ്ടായിരുന്നു, ഇങ്ങനെ മൃഗങ്ങളുടെ ചുണ്ട്. ആ ചുണ്ട് കണ്ടുപിടിച്ച് നമുക്ക് ഏത് മൃഗമല്ല കേട്ടോ, സോറി കേട്ടോ, പക്ഷികളാണ്. അപ്പോൾ ഞങ്ങൾ നിന്നിട്ട് അവിടെ ആരെയും പക്ഷികളൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഇറങ്ങിയ പോലെ തന്നെ തിരിച്ച് കയറുന്നത് പിടിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടില്ലേ ഒത്തിരി ആൾക്കാർ, അത്ര ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ ഇവിടെ തന്നെ കുറേ ഫോട്ടോ എടുക്കണ സ്ഥലം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ ക്യാമറ ചിലവരത് കൊള്ളൂല, ക്യാമറയിൽ എടുത്തിട്ട് ശരിയാണില്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ നമുക്ക് ഫ്രെയിം ചെയ്ത് തരും. ഒത്തിരി ഫോട്ടോ അങ്ങനെ ചെയ്തത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലാരിറ്റിയോടെയാണ് അവർ എടുത്ത് തന്നേക്കുന്നത്. നമ്മൾ നല്ല പല പൊസിഷനിലും പല പോസ്റ്റിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവരത് എടുത്തു തരും. എന്നാൽ അപ്പം തന്നെ അത് ഫ്രെയിമും ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞങ്ങളത് അതൊക്കെ അവിടെയൊക്കെ കണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഫോറസ്റ്റ്, അതായത് ഈ ഒരു പൈൻ മരം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറെ അങ്ങനെ അധികമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളത് കണ്ടു കഴിഞ്ഞ് പതിയെ ഞങ്ങളത് കയറി പോകണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോണത്.
അപ്പോൾ ഇതേ അഡ്വഞ്ചർ പാർക്ക് അവിടെ എത്തി. അവിടെ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. ഞങ്ങൾ കയറാൻ വേണ്ടി അവിടെ എത്തുമ്പോഴത്തേക്കും ടൈം കഴിഞ്ഞു. അവർക്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. ഇനി 4 മണിക്കേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ എന്ത് റേറ്റാണ്, ഭയങ്കര റേറ്റ് ഇട്ട് ഓരോ റൈഡിലും. അഡ്വഞ്ചർ റൈഡ് ഉണ്ടല്ലോ, അങ്ങനെ ഓരോ റൈഡിലും കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര റേറ്റായിരുന്നു. അപ്പോൾ അതേ ഇവിടെ നിന്നും ഞങ്ങൾ നടന്നിങ്ങനെ കാണട്ടെ. വെയിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ, അത്രയും നല്ല ചൂടായിരുന്നു അവിടെ. അപ്പോൾ അതേ അവിടെ ഓരോരുത്തർ ഓരോ റൈഡിലും കയറി ഇങ്ങനെ ആസ്വദിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വീഡിയോ പിടിച്ച് ഇതേ സൈക്ലിങ് ചെയ്യണത്, ആ റോപ്പിൽ കൂടെ ഇങ്ങനെ പോയിട്ട് സൈക്ലിങ് ചെയ്യണതാണ് കേട്ടോ ഞാനത് വീഡിയോ പിടിച്ചേക്കണത്. അപ്പോൾ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഓ കയറാൻ പേടിക്കൊന്നും വേണ്ടെന്ന്. പക്ഷെ അത് കയറി കഴിയുമ്പോഴായിരിക്കും എല്ലാവരും ഒച്ചയൊക്കെ കേൾക്കുമ്പോഴായിരിക്കും മനസ്സിലാവേണ്ടത് ഇത്തിരി പേടിയുള്ളതായിരിക്കും എന്ന്. പിന്നെ ഞങ്ങൾ അത് കണ്ട് ഇപ്പുറത്തേക്ക് പുതിയ ഇതില്ലേ ഇങ്ങനെ എന്താണ് ഊനാല പോലത്തെ ഇതുണ്ടല്ലോ, അതിങ്ങനെ പൊങ്ങി പോയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവർ വിട്ട് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവർ ഇത് വിട്ടിട്ട് വീണ് പോയതായിരിക്കും വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അവർ ആദ്യം ഒന്ന് പേടിപ്പിച്ചതിന് ശേഷമേ അവരത് വിടുള്ളൂ. പക്ഷെ ഞങ്ങളതൊക്കെ കണ്ടതിനപ്പില്ലേ എല്ലാവരും കൂടെ ഒച്ചെടുത്തിട്ട് ഇപ്പോൾ അവർ വിടണ കണ്ടോ അതെങ്ങനെയാണെന്ന്. അടാ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വീഴാൻ പോണത്തെ ടൈപ്പ് വിട്ട് കളയും, എന്നിട്ടേ ഇതാക്കുള്ളൂ. ഞങ്ങളൊക്കെ അവിടെ കിടന്ന് ഒച്ചെടുത്തു, അയ്യോ വീണെന്നും പറഞ്ഞിട്ടൊക്കെ ഞങ്ങളൊക്കെ അവിടെ കിടന്ന് ഒച്ചെടുക്കണമായിരുന്നു. പക്ഷെ അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കണ്ട അപ്പത്തെ ആ ഒരു വിടൽ മാത്രമേ ഉള്ളൂ. പിന്നെ അത് സ്ലോ ആയി തുടങ്ങും. ഒരു ഇത്തിരി നേരത്തേക്കാണ് ഇവർ ഇത്രയും റേറ്റ് ചോദിക്കണത്, ഭയങ്കര റേറ്റ്. അതിന് 700 റുപ്പീസാണ്, 700 രൂപയാണ് ഒരു ഇത്തിരി നേരത്തേക്ക് അങ്ങനെ ആടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും അതെ കേട്ടാ, 700 ആയിരുന്നു. ഒന്ന് അപ്പം തന്നെ ഒന്ന് പൊങ്ങും, പിന്നെ ഒന്ന് താഴും. പിന്നെ നമ്മൾ വിടുമ്പോഴുള്ള മാത്രമേ ഉള്ളൂ ആ ഒരു ഇത്തിരി 2 മിനിറ്റ് എന്തോ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണം. അതിനാണ് അവർ ഒത്തിരി കാശ് മേടിക്കുന്നത്. അധികം നേരമൊന്നും അവർ ഇട്ടാക്കൂല കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കും ഒരു ഇത്തിരി നേരത്തേക്ക് കൊണ്ട് ഇവർ ഇത്രയും കാശ് മേടിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങളിതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പിന്നെ ഞങ്ങളിത് ഫുഡ് കഴിക്കുന്നത് അവിടെ നമുക്ക് ഉച്ചയ്ക്ക് ചോറുന്നാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ല എൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായല്ലോ, ഫസ്റ്റ് അത് ടൂറ് പോണ വീഡിയോയിൽ. അതിൽ ഇശലും ഞാനും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പരിപ്പ് കറിയൊക്കെ ഇരുന്ന് കഴിക്കണേന്. അവിടെ തണലൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഇത് കണ്ടില്ല ഇങ്ങനെ ഓരോരോ തണൽ പോലെ ഉണ്ട് എല്ലായിടത്തും. അപ്പോൾ ഇത് ഞങ്ങളുടെ അറ്റത്തൊക്കെ മറ്റേ റൈഡ് ഉണ്ട്, ജീപ്പ് റൈഡ്, ട്രക്കിങ്ങിന് പോണ പോലത്തെ ടൈപ്പ്. അതായത് മലൻ്റെ പൊക്കത്തേക്ക് ഇങ്ങനെ കയറ്റും. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം 2 പേര് ജീപ്പൊക്കെ ആയിട്ട് അങ്ങോട്ട് പോണത് കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ പൈൻ ഫോറസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അഡ്വഞ്ചർ പാർക്ക് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാണാൻ മാത്രമേ ഉള്ളൂ, ഒന്നിനും കയറിയില്ല. പിന്നെ ഇവിടെയൊക്കെ ബോട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ടൈം കഴിഞ്ഞു പോയി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും. ഇനി ഞങ്ങൾ നേരെ പോണത് തങ്ങൾപ്പാറയിലേക്കാണ് കേട്ടോ. അത് നല്ല 1.5 പാറയാണ്, അത് 1.5 കയറ്റം തന്നെയാണ് ആ പാറ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ. തങ്ങൾപ്പാറയാണ്, ആ പാറയിലേക്ക് കയറുന്ന വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ പൈൻ ഫോറസ്റ്റും അഡ്വഞ്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കമൻറ്റ് അയക്കണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അടുത്ത സ്ഥലത്തേക്ക് പോണേണ്.